പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ സ്വന്തം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങി എല്ലായിടും ഒന്ന് കാണുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഗാർഡനൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് പോയി കാണുക, പുതിയ പുതിയ ഏതൊക്കെ ചെടികളാണുള്ളത്, പുതിയ പൂക്കൾ ഏതൊക്കെയുള്ളത്, പഴയ അന്ന് കണ്ടുപോയ ചെടികൾ ഇപ്പോൾ എന്തോരമായി എന്നൊക്കെ കാണാനുള്ളൊരു പ്രത്യേക ആകാംക്ഷ എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണെന്നൊന്നും അറിയില്ല, പക്ഷേ എൻ്റെ കാര്യം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ രാവിലെ ഒന്ന് പല്ലൊക്കെ തേച്ച് ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങും. അപ്പോൾ ഇങ്ങനെ ഗാർഡനകത്തോട്ട് പുതിയ പുതിയ ചെടികളൊക്കെ കാണുമ്പം ഇപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഏതൊക്കെ ചെടികളാണ് കൊണ്ടുപോകേണ്ടതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചൊക്കെ പ്ലാൻ ചെയ്തൊക്കെ വെക്കും. കാരണം എനിക്കില്ലാത്ത ചെടികളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അതുകൂടൊക്കെ കൊണ്ടുപോകണം നമ്മൾ ആഗ്രഹിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഞാനും ചിന്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ 2 മീൻകുളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കൊച്ചിന് അതാണ് ഓർമ്മ. അവിടെ കൊച്ച് രാവിലെ ഓടി അങ്ങോട്ട് പോയി മീൻ പിടിക്കാം ഇത് തന്നെ അവൻ്റെ പരിപാടി. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ വഴിയെ പോവാടാ, നമുക്കിങ്ങനെ ഓരോന്ന് കണ്ട് അങ്ങ് പോവാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വീഡിയോ പിടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മമ്മി പറഞ്ഞു, അയ്യോ എന്നെ പിടിക്കല്ലേ, എന്നെ പിടിക്കല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല പിടിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് മമ്മിനെ അങ്ങനെ കാര്യമായിട്ട് സൂം ചെയ്തൊന്നും ഞാൻ പിടിക്കുന്നില്ല കേട്ടോ. കണ്ടു നിറച്ച് പൂക്കളുള്ള ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. എന്ത് രസമായിരുന്നു കാണാനെന്നറിയാവോ. ഇതൊക്കെ ഇങ്ങനെ തെങ്ങി നിറഞ്ഞ കാട് പോലെയായി റോഡിലോട്ട് വീണ് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ പൂക്കളുള്ള കാരണം അത് വെട്ടിക്കളയാനോട്ട് തോന്നുന്നുമില്ല. ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ മമ്മിക്കൊരു റോസക്കമ്പ് കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവിടെ നട്ട് വെക്കുന്ന രംഗമാണ് കേട്ടോ കാണുന്നത്. അപ്പം മമ്മി അത് അവിടെ നട്ട് വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം മമ്മി പറഞ്ഞു, വേണ്ട ഇതൊന്നും പിടിച്ചേക്കല്ലേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പിടിക്കുന്നില്ലെന്ന് മാത്രം. അപ്പം ഞങ്ങളിങ്ങനെ ചുറ്റിക്കറങ്ങിയെ കണ്ടു. പിന്നെ അവന് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അവന് മീൻകുളത്തിൽ പോകണം, മീനെ പിടിക്കണം എന്നുള്ള വാശിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ അന്ന് അതായിക്കോട്ടെ എന്നും പറഞ്ഞ് അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് വേറെ ചെടികളൊക്കെ കണ്ടിപ്പെട്ടത് കേട്ടോ. ഇതൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ വിചാരിച്ചു ഇത് കൂട്ടൊരു കഷ്ണം എനിക്കും വേണം. പിന്നെ ബൊഗൈൻവില്ല, അതെവിടെ കണ്ടാലും അതെൻ്റെ ഒരു വീക്ക്നെസ് ആണെന്ന് നിങ്ങൾക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത ചെടികളെ കുറിച്ച് ഞാൻ സെലക്ട് ചെയ്ത് വെച്ച് ഇത് പിന്നെ ഈ കാണുന്നൊന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ. അപ്പോൾ ഇത് കൂട്ടൊക്കെ കുറേ കൊണ്ടുപോകണം എന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെ കൊണ്ടുപോകുമെന്ന് അറിയില്ല. തിരിച്ച് വണ്ടിക്കാണോ ബസ്സിനാണോ എന്നൊന്നും അറിയത്തില്ല. ബസ്സിനാണെങ്കിൽ ഇതൊന്നും കൊണ്ടുപോക്കും നടക്കില്ല. അപ്പോൾ വണ്ടിക്കാകുമ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും വാരി വലിച്ചിട്ട് കൊണ്ടുപോവുകയും ചെയ്യാമല്ലോ. അങ്ങനെ അവസാനം കൊച്ചിൻ്റെ നിർബന്ധപ്രകാരം ഞങ്ങളെന്നാൽ കുളത്തിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. കുളം എന്ന് പറഞ്ഞാൽ ഇതിന് മുന്നേ 1-2 പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓരോ പ്രാവശ്യം വന്നപ്പോഴും മീനെ പിടിച്ചപ്പോഴൊക്കെ ഞാൻ മീൻകുളമൊക്കെ ഞാൻ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം ഇവിടുത്തെ മീൻകുളവും കാര്യങ്ങളൊക്കെ. അന്നായിരിക്കും പറഞ്ഞ ലൈവായിട്ട് മീനെ പിടിക്കുന്ന ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇപ്രാവശ്യം എത്രത്തോളം എന്തെല്ലാം നടക്കും എന്നൊന്നും അറിയത്തില്ല. പറ്റിയാൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, അടുത്ത മീൻകുളത്തിലോട്ട് പോകണം. അവനെ മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നൊരു ചെടിച്ചട്ടിക്കകത്ത് വെള്ളമൊക്കെ നിറച്ചാൽ ചട്ടിയൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവൻ എൻ്റെ വീട്ടിലോട്ട് വരിക എന്ന് പറയുമ്പോൾ തന്നെ അവൻ ആദ്യം മനസ്സ് വരുന്നത് മീൻപിടുത്തമാണ്. മീനെ പിടിക്കണം, കളിപ്പിക്കണം, അതിനെ പിടിച്ചുകൊണ്ട് നടക്കണം. ഇതൊക്കെയാണ് അവൻ്റെ പരിപാടിയും സ്വപ്നങ്ങളും ഒക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2 കൂടെ എന്നാൽ മീൻകുളത്തിൽ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ 2 കൂടെ മീനെ പിടിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. തൊട്ടും മുകൾ ഭാഗത്തായിട്ട് വരും കേട്ടോ. വീടിൻ്റെ ഒരു മുകൾ ഭാഗത്തായിട്ടാണ് വരിക. അപ്പോൾ അങ്ങോട്ട് പോയി ഞങ്ങൾ 2 കൂടെയാണ്. അവൻ മുന്നേ പോകുന്നുണ്ട്, ഒരു ബക്കറ്റൊക്കെ ഇട്ട് പിടിച്ച്. അവന് ആദ്യം 2 പ്രാവശ്യം പോയി വന്നതാണ്. ഞാനത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അന്നേരം ഈ ആദ്യം പോയി വന്നിട്ട് അമ്മ നിറച്ച് വെള്ളമുണ്ട്, അതെങ്ങനെ പിടിക്കാന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ കുളം നിറച്ച് വെള്ളമാണ്. മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് കുളം നിറച്ച് വെള്ളമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, എടാ ഇവിടുന്ന് യാതൊരു തരത്തിലും മീനെ പിടിക്കുന്ന ഒരു രക്ഷയില്ല, കാരണം വലിയ നെറ്റിലാണ് പിടിക്കാൻ പറ്റില്ല. അങ്ങനെ അപ്പോൾ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടെ ചെറിയൊരു കുരുവിക്കൂട് കണ്ടത് കേട്ടോ. അപ്പം നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനകത്തെല്ലാം ചിലപ്പോൾ കിളിക്കുഞ്ഞുങ്ങളോ മുട്ടയോ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും എന്നാണ് ആദ്യം കണ്ടപ്പം വിചാരിച്ചത്. പക്ഷെ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു മുട്ടയില്ലായിരുന്നു, ഒന്നുമില്ല. ഇനിയിപ്പോൾ കൂട് ഉണ്ടാക്കി വരുന്നതേ ഉള്ളൂ എന്ന് സംശയമുണ്ട്, കാരണം കുഞ്ഞു കൂടായിരുന്നു. അപ്പം ചിലപ്പോൾ കൂട് ഇങ്ങനെ ഉണ്ടാക്കി വരുന്നതേ ഉണ്ടാവുള്ളൂ. എന്താണേലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ കളഞ്ഞില്ല, അതങ്ങനെ തന്നെ വെച്ചു കേട്ടോ. അപ്പോൾ പിന്നെ മീനെ പിടിക്കാൻ വിചാരിച്ച ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇത്രയും വെള്ളത്തിൽ നമ്മൾ മീനെ പിടിക്കാൻ പറ്റില്ല, വെള്ളത്തിൽ മുങ്ങിപ്പോവും എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ട് എന്നാൽ ഇച്ചിരി തീറ്റ ഇട്ട് കൊടുക്കാം, മീൻ വരുമോ ഇല്ലയോ നോക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മീൻ തീറ്റ ഇട്ട് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് മീൻ തീറ്റയൊക്കെ എടുത്ത് കൊടുത്തു. മീൻ തീറ്റയൊക്കെ ഇട്ട് കൊടുക്കാൻ അവൻ ആദ്യം അത് ഞാനിങ്ങനെ വീഡിയോ പിടിക്കുന്നതിനിടയ്ക്ക് തന്നെ തള്ളി താഴെ ഇടാനുള്ള രംഗമാണ് കാണുന്നത്. അത് കഴിഞ്ഞ് ഞാൻ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ മീൻ തീറ്റയൊക്കെ എടുത്തു കൊടുത്തു. അവനത് മീൻ തീറ്റ ഇട്ട് കഴിയുമ്പോൾ അത് വരുമ്പോൾ കാണുമെങ്കിലും ചെയ്യാമല്ലോ എന്ന് ചോദിച്ചു. കാരണം ഇത് വലിയ മീനുകളാണ് കേട്ടോ. പിലോപ്പിയും വാളയും അങ്ങനത്തെ നട്ടർ അങ്ങനത്തെ വലിയ മീനുകളാണ് കിടക്കുന്നത്. അപ്പം ഇതുങ്ങളിങ്ങനെ മുകളിലോട്ട് വരില്ല, ചെറിയ മീനുകളൊക്കെ അധികം മുകളിൽ കാണുള്ളൂ. പിന്നെ തീറ്റ ഇട്ട് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പം ഇതുങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഈ വെയിലും എന്താ പറയുക അതിൻ്റെ ലൈറ്റൊക്കെ അടിച്ചിട്ട് മീൻ വരുന്നതെന്ന് ഞങ്ങൾക്ക് ശരിക്കും അങ്ങ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും ഇട്ട് കഴിയുമ്പോൾ ഇത് കണ്ടോ, ഓളം തള്ളി ഇങ്ങനെ വരുന്നുണ്ട് വെള്ളം. ഇങ്ങനെ തീറ്റ തിന്നുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മീനെ കാണാൻ പറ്റുന്നില്ലെങ്കിലും
തീറ്റ നിന്ന് പോകുന്നത് കാണുന്നുണ്ടായിരുന്നു, വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അത് അത്രയേ കാണാൻ പറ്റുള്ളൂ, മീനൊന്നും ശരിക്കും കാണാൻ പറ്റില്ല. അപ്പോൾ ഉണ്ട് അവിടെ ഒരു പൊട്ടിയ വലയുണ്ടായിരുന്നു, പൊട്ടിയ നെറ്റ് എടുത്തിട്ട് അവൻ മീനെ പിടിക്കാൻ ഇത് മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് മുഴുവൻ പൊട്ടിപ്പോയി മോനെ, കയറിയതാണ്, ഡാഡി കളഞ്ഞതാണ്, അതുകൊണ്ടൊന്നും പിടിച്ചാൽ കിട്ടില്ല എന്നൊക്കെ അവനോട് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു പിന്നെ അതൊക്കെ പറഞ്ഞ് പറഞ്ഞു എങ്ങനെ പിടിക്കാൻ പറഞ്ഞു, ഡാഡി വരട്ടെ, ഡാഡിയെ കൂട്ടിക്കൊണ്ട് നമുക്ക് വരാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനെ സോപ്പിട്ട് കൊണ്ടുവന്നു കേട്ടോ. ഇല്ലേ പിന്നെ അവിടെ തന്നെ കിടക്കും, പിന്നെ വരില്ല, കാരണം മീനെ എങ്ങനെയെങ്കിലും ഒരു മീനെങ്കിലും കിട്ടിയാലേ അവൻ വരുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടെ ഒരു മാങ്ങാപ്പഴം കണ്ടത്. നമ്മൾ ഈ മാവിൻ്റെ ചോട്ടിലാണ് ഈ മീൻകുളം ഉള്ളത് കേട്ടോ. അപ്പോൾ ആ മാവേലെ മാങ്ങ കുറേയൊക്കെ കുളത്തിലും വീണ് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഒരു പഴുത്ത മാങ്ങ നമുക്കും കിട്ടിയിട്ടോ. ആ മാവിൻ്റെ ആ കുളത്തിൻ്റെ തൊട്ട് മുകളിൽ വേറൊരു കുളം കൂടെ ഉണ്ട്. ആ കുളം പിന്നെ കുറച്ച് കെട്ടിയ കുളമാണ്, അപ്പോൾ അത് കുറച്ച് താന്നിട്ടാണ്, ഒട്ടും യാതൊരു തരത്തിൽ നമുക്ക് പിടിക്കാൻ പറ്റില്ല. വലിയ നെറ്റൊക്കെ ഉപയോഗിച്ച് വലിയ ആൾക്കാർക്കൊക്കെ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പം അവിടുന്ന് അതൊന്നും നടന്നില്ല. അങ്ങനെ ഞാൻ അവനെയും കൂട്ടി തിരിച്ചു പോകാൻ നോക്കി. അവനോട് പറഞ്ഞു നമുക്ക് പിന്നെ വരാം, വെയിലൊക്കെ ആറിയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് അവനെ സോപ്പിട്ട് കൂട്ടിക്കൊണ്ട് അങ്ങ് പോയി കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെയാണ് രാവിലെ ആയിട്ട് നമ്മുടെ വീടും പരിസരവും ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ടു കഴിയുമ്പോൾ സമാധാനമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ചുറ്റിക്കറങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സി യു. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.